സച്ചിയുടെ രേവതിയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ സച്ചി ആണെങ്കിൽ രേവതിനാണെങ്കിൽ ആദ്യത്തെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോവുകയാണ്. സച്ചി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ പോയിട്ടില്ല, നീ ഇവിടെ നിൽക്കാൻ പറയും. ശരിയെന്ന് പറയുകയാണെ. എന്നിട്ട് സച്ചിയാണെങ്കിൽ അങ്ങോട്ട് പോവാം. ഇപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിക്കാണെങ്കിൽ പോകണം നോക്കി വയ്ക്കുക. എന്നിട്ടാണ് നേരെ വീടിനകത്തോട്ട് കയറുവാണേ. ഇതിനോട് ശ്രുതിയുടെ അമ്മയാണ് ഓടി വന്നിട്ടുണ്ട്. മോളെ രേവതി, നീ എന്താ ഒറ്റയ്ക്ക്? സച്ചി എന്തെന്ന് ചോദിക്കുക. സച്ചി ആണെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് ആരെ കാണാണെന്ന് പറഞ്ഞ് പോയെന്ന് പറയാം. ആണോ? എന്നാൽ മോളിവിടെ ഇരിക്കുക, ഞാൻ മോൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാമെന്ന് പറയും. വേണ്ട ആൻറ്റി, എനിക്കൊന്നും വേണ്ടെന്ന് പറയും. അത് ശരിയല്ല, മോൾ വന്നു കഴിഞ്ഞൊന്നും തരണ്ടേ, മോൾ ഇവിടെ ഇരിക്കാൻ പറയാം. എന്നിട്ടാണ് ശ്രുതിയുടെ അമ്മയാണെങ്കിൽ അടുക്കളയിൽ പോയി ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുവാണ്. അപ്പോൾ ചായ കുടിക്കുന്ന ഇടയ്ക്കാണെങ്കിൽ ശ്രുതി അമ്മയാണ് ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ തമ്മിൽ ഇഷ്ടമൊന്നും അല്ലായിരുന്നല്ലേ? നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നും അടിയും വഴക്കുമായ നിങ്ങൾ പിന്നെ എങ്ങനെ ഒന്നിച്ചെന്ന് ചോദിക്കുക. അതൊക്കെ വലിയൊരു കഥയാണ് ആൻറ്റി എന്ന് പറയുകയാണേ. അപ്പോൾ ഈ സമയത്ത് രേവതിയൊക്കെ ഉണ്ടോ, അല്ല ആദ്യനെ കണ്ടില്ലെന്ന് പറയാം. അവനാണെങ്കിൽ അടുത്ത കുറേ പിള്ളേരുണ്ട്, അവരോട് കളിക്കാൻ പോയൊക്കെയെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ സമയത്ത് ആദ്യം അങ്ങ് വരുവാണേ. അപ്പോഴാണ് രേവതിയെ കാണുക. അപ്പോൾ ആദ്യം ഓടിയെന്ന് പറയാം, ആൻറ്റി വന്നോ? ആൻറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു, ആൻറ്റി ഉണ്ടെങ്കിൽ കളിക്കാനെങ്കിലും ആളുണ്ടായിരുന്നു, അപ്പോൾ ആൻറ്റി നമുക്ക് കളിക്കാമെന്ന് പറയാം. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെയായാലും ആദ്യമോൻ രേവതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്, എപ്പോഴും പറയുമായിരുന്നു രേവതി ആൻറ്റിയുടെ കാര്യം. എന്തൊക്കെയായാലും മോൾ വന്നത് നന്നായി, ഇവനോട് കളിക്കാനായിട്ട് ആരും ഇല്ലാന്നുള്ള പരാതി അവൻ തീരുമല്ലോ, ബാ മോനെ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആണെങ്കിൽ ആദ്യം അങ്ങോട്ടും കൊണ്ടുപോയി പന്ത് കളിക്കുവാണേ. പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക കാലും കൊണ്ട് കേട്ടോ. ആദ്യമാണ് തട്ടി കൊടുക്കുന്നു, അതുപോലെ രേവതി തട്ടി കൊടുക്കുന്നു. അങ്ങ് തട്ടി പന്ത് പെട്ടെന്ന് റോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആദ്യമാണ് ആ പന്തിൻ്റെ പുറത്ത് നേരെ ഓടിച്ചെന്ന് പന്തിറക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി അങ്ങോട്ട് വരും, ഒരു കാർ അങ്ങോട്ട് വരുവാണേ ഇടിക്കാനായിട്ട്. ആദ്യനെ ഓണടിക്കണമെങ്കിലും ആദ്യമാണ് പെട്ടെന്ന് ഭയന്ന് അവിടെ നിന്ന് പോവുക. ഇത് കണ്ടുകൊണ്ട് രേവതി ഓടിച്ചെന്ന് ആദ്യനെ പിടിച്ചങ്ങ് മാറ്റി റോട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ്. മാറുന്ന ഇടയ്ക്ക് രേവതിയുടെ കാലിൽ ചെറുതായിട്ടൊന്ന് ഉളുക്കുന്നുണ്ടോ, ചെറിയ ചതവൊക്കെ പറ്റുന്നുണ്ടോ. അപ്പോൾ രേവതിയാണിത് കണ്ട് വീണ് പോവുക, ചതവൊക്കെ പറ്റി അവിടെ നിൽക്കാൻ പറ്റാതെ അവിടെ പെട്ടെന്ന് ആ റോഡിലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണേ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സച്ചി കണ്ടിട്ടോ. സച്ചി ആണെങ്കിൽ എടാ നിർത്തറ വണ്ടി എന്ന് പറഞ്ഞ് സച്ചി പുറകെ വിട്ടുപിടിക്കുക. സച്ചി ആണെങ്കിൽ അവനെ വഴിക്കിട്ട് ബ്ലോക്ക് ചെയ്യുകയാണേ. അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് സച്ചിൻ ഇറങ്ങി വന്ന് ഡ്രൈവറെ പിടിച്ച് വലിച്ചിറക്കുക. എടാ നീ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്, ഒരാളെ ഇടിച്ചിട്ട് നിർത്താതെ പോകണടാ ചോദിച്ചുകൊണ്ട് അവൻ്റെ കർണക്കുറ്റിയൊക്കെ ഒന്ന് പൊട്ടിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ അവനെ കോളറെ പിടിച്ച് വലിച്ചുകൊണ്ടങ്ങ് വരിക. അപ്പോൾ തന്നെ വണ്ടിക്ക് നിന്ന് വേറെ വിധത്തിൽ ഇറങ്ങി വരുന്നുണ്ടോ. എന്താ ചേട്ടാ വിട് ചേട്ടാ, അവനെ വിടാൻ പറയാം. വിടണോ, നിനക്കും കിട്ടണമല്ലേ, എന്നാൽ പിടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് സച്ചിയാണെങ്കിൽ അവനിട്ടൊന്ന് പൊട്ടിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നാട്ടുകാരെല്ലാം നോക്കിയിരിക്കുകയാണ്. സച്ചിയുടെ അടി കണ്ടുകൊണ്ട് സച്ചിയാണെങ്കിൽ ഒന്നും ചോദിക്കലും പറയുന്നില്ല കേട്ടോ, ചുമ്മാ അടി കൊടുക്കുക. സച്ചിയാണ് ഇങ്ങനെ വാടാ, നിനക്ക് തരാനുള്ള ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയാണെങ്കിൽ അവൻ്റെ കോളറെ പിടിച്ചുകൊണ്ട് നേരെ രേവതിയുടെ അടുത്തോട്ട് വരുവാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് ഓടി നിന്ന്, മോളെ എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ച് ഓടി വരണം കേട്ടോ. മോനെ ഇങ്ങനെ വരാൻ പറയുകയാണെ, സച്ചിനെ വിളിക്കുന്നു കേട്ടോ. സച്ചിയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ഇവന്മാരെ രണ്ടുപേരെയും പിടിച്ചോണ്ട് വരിക. എടാ ഞാനൊരു ഡ്രൈവറാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ വണ്ടി ആരെങ്കിലും ഇടിക്കുകയോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിർത്തി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയോ സോറി പറയുകയോ അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും പറ്റിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അല്ലാതെ ഇങ്ങനെ ഇടിച്ചിട്ട് നിർത്താതെ പോവല്ല വേണ്ടെന്ന് പറയുകയാണെ, മര്യാദയ്ക്ക് സോറി പറയാം. ഇപ്പോഴാണെങ്കിൽ ആ ഇടിച്ച പുള്ളിക്കാരനാണ് അവൻ്റെ ദേവത പറഞ്ഞു കേട്ടോ. സോറി ചേച്ചി, അറിയാതെ പറ്റിപ്പോയാന്ന് പറയാം, വേണം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറയാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഞാൻ നോക്കിക്കോളാം, നീ പോകാൻ പറയുകയാണെ. അപ്പോഴാണെങ്കിൽ അവന്മാരാണെങ്കിൽ പോവാം. രേവതിക്കാണെങ്കിൽ ഒട്ടും നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ സുധീർ അമ്മ പറയുന്നുണ്ട്, മോനെ മോൾക്ക് ഒട്ടും നടക്കാൻ പറ്റില്ലെന്ന് പിടിക്കാൻ പറയുകയാണ്. അവർ രണ്ടുപേരെ പിടിച്ച് രേവതിയെ വീടിനകത്തേക്ക് കയറ്റി കസാര കൊണ്ട് ഇരുത്തുക. അല്ല നല്ല വേദന ഉണ്ടോ മോളെന്ന് ചോദിക്കുന്നുണ്ടോ അമ്മയാണെങ്കിൽ. സുധീരുടെ അമ്മയാണെങ്കിൽ അത്യാവശ്യം നല്ല വേദന, നല്ല ചതവുണ്ടല്ലോ, എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം. സച്ചിയാണെങ്കിൽ പെട്ടെന്ന് ആ മുറ്റത്തോട്ട് ഇറങ്ങിപ്പോവാണേ. മുറ്റത്ത് ഇറങ്ങിപ്പോയി അവിടെ കുറേ ചെടികളും കുറേ ഇലകളൊക്കെ നിൽക്കുന്നുണ്ടോ. അതിനകത്തുനിന്ന് കുറേ എന്തൊക്കെയോ കുറേ ഇലകളൊക്കെ പറിച്ചെടുക്കുവാണേ. എന്നിട്ട് നേരെ വന്ന് അതെല്ലാം ഞെക്കിപ്പിഴിഞ്ഞ് ആ നീരാണെങ്കിൽ ആ ചതഞ്ഞ ഭാഗത്തേക്ക് ഒഴിക്കുകയാണേ. അപ്പോഴാണ് സച്ചിനും തന്നെ രേവതിയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി പറയുന്നു കേട്ടോ, അച്ഛമ്മ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ അച്ഛമ്മ ഇങ്ങനെയൊക്കെ ഓരോ പറ്റുമ്പോൾ അച്ഛമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, എന്തൊക്കെയാലും നിനക്കൊന്ന് നോക്കിയും കണ്ട് നിന്നുകൂടെ, ഒരു കാറ് വരുമ്പോൾ ഒന്ന് മാറി നിന്നൂടെ എന്ന് ചോദിക്കുക. അപ്പോഴാണെങ്കിൽ സുധീർ അമ്മ പറയുന്നുണ്ട് കേട്ടോ, അത് പിന്നെ മോനെ രേവതി കാറ് നോക്കി നിൽക്കാത്തതെന്നല്ല, ആദ്യം പെട്ടെന്ന് ബോൾ എടുക്കാൻ പോയപ്പോൾ കാതിന് ഇടിക്കാൻ വന്ന കാറ് കണ്ടുകൊണ്ട് രേവതി പോയി ആദ്യം രക്ഷിച്ചാന്ന് പറയുകയാണേ. അപ്പോൾ അത് കണ്ട് സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്തൊക്കെയായാലും ഇനി കുറച്ച് നേരത്തിന് വേദന ഉണ്ടാവും, പക്ഷേ തന്നെ മാറിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഞെക്കി പിഴിഞ്ഞ ഇലയല്ല ആ മുറിവേൽ ആ ചതവേൽ അങ്ങോട്ട് വെക്കുവാണ്. ഇതെല്ലാം രേവതിയാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് അവർ നേരെ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ ചെന്ന് സച്ചി ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ പറയുക രേവതി കേട്ടോ. ഇപ്പോൾ രേവതിക്കാണ് നേരെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒറ്റക്കാലി കിടന്ന് തുള്ളി കളിച്ചോണ്ടിരിക്കുക. എന്താ വേദനയാണെന്ന് ചോദിക്കുക. നിൽക്കാൻ പറ്റുന്നില്ല, ഈ കാല് നിലത്ത് കുത്താനേ പറ്റുന്നില്ല, ഒട്ടും നടക്കാൻ പറ്റുമോ സച്ചി ചോദിക്കുകയാണ്. ഇല്ല നടക്കാൻ പറ്റില്ല എന്ന് പറയാം. ആണോ, എന്നാൽ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയാണെങ്കിൽ പെട്ടെന്ന് രേവതി അങ്ങോട്ട് എടുക്കുവാണ്. ഇത് കണ്ട് രേവതിയാണെങ്കിൽ ആകെ അത്ഭുതത്തോട് സച്ചി തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പാറമ്മ അങ്ങ് വന്നിട്ടോ. പാറമ്മ തന്നിട്ട് എൻ്റെ ഭഗവതി ഇതെന്താ കാണുന്നത്,
ഇതേ കലാവതിയമ്മ ഇനി ഓടി വരാൻ പറയുകയാണേ. ഇതേട്ട് അച്ഛമ്മ പറഞ്ഞിട്ട് എന്താ പാറു എന്താന്ന് ചോദിച്ചവനോട് ഇതേ നോക്ക് ഇത് കാണണ്ടെന്ന് ചോദിക്കുക. ഇതെന്താ ഈ കാണുന്നത്? ഇത് സച്ചി തന്നെയാണോ? രേവതി എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ അവരാണെങ്കിൽ അങ്ങോട്ട് ഓടി അങ്ങ് ചെല്ലുവാണേ. ഏറെ മോനെ ഇതെന്താ പറ്റി? നീ ഇവിടെ എടുത്തുകൊണ്ട് വരുമെന്ന് എന്തൊക്കെയായാലും എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. 2 ദിവസം അമ്പലത്തിൽ പോയുള്ളൂ. 11 ദിവസം പോകണമെന്നാണ് ഞാൻ നേർച്ച നേർന്ന്. 2 ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായല്ലോ. എന്ത് തീരുമാനമായെന്ന്? അല്ല നീ രേവതിയെ സ്നേഹിച്ച് എടുത്തുകൊണ്ട് കിടക്കുന്നു വന്നില്ലേ, അത് വലിയ കാര്യം തന്നെയല്ലേ. അല്ല പാറുമ്മ പറയുന്നുണ്ടോ ഇവിടെ നാട്ടുകാരൊക്കെ കണ്ടു കാണുമല്ലോ. അതിനെന്താ കണ്ടാൽ അതൊരു കുഴപ്പമില്ല അച്ഛൻ പറയുന്നു കേട്ടോ. എന്നാൽ പിന്നെ മോനെ നീ വേണം ഇവിടെ എടുത്ത് ഈ നാട് മൊത്തം നടന്നു, ആൾക്കാർ കണ്ടാൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് പറയാം സച്ചു പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് നടക്കാനോ? എനിക്കെന്നെ ഭ്രാന്താണോ? ഇവൾക്ക് നടക്കാൻ വയ്യ, അവളുടെ കാലിന് ചതവ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനെടുത്തത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നില്ല ഒന്നുമില്ല, ഇങ്ങനെ മാറി നിൽക്കാൻ പറയാം. അപ്പം അച്ഛൻ പറയുന്നു കേട്ടോ. അയ്യോ കാലിന് ചതവോ? എൻ്റെ മോൾക്ക് എന്നെ പറ്റുന്ന ചോദിക്കുക സച്ചു പറയുന്നു കേട്ടോ. അത്രയ്ക്കൊന്നുമില്ല അച്ഛമ്മ ഇങ്ങനെ മാറിയിരുന്നേ, ഞാൻ ഇവിടെ കൊണ്ട് അകത്തൊന്ന് ഇരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആണെങ്കിൽ രേവതി എടുത്തുകൊണ്ട് നേരെ മുറിക്കകത്തേക്ക് കയറുവാണ്. മുറിക്കകത്തേക്ക് ചെന്ന് ഒരു കസാര കൊണ്ടേ ഇരുത്തുക. എന്നിട്ടാണെങ്കിൽ സച്ചി പറയുന്നത് എൻ്റെ നടുവ് വെട്ടി, എൻ്റെ പൊന്നോ എന്ത് വെയിറ്റ് ആയിട്ട് നിനക്ക്, ഇത്രയ്ക്ക് ഭാരം നിനക്കുണ്ടോ? പൂവൊക്കെ വിറ്റുകൊണ്ട് നടക്കുന്ന നീ ഒരു പൂ പോയിരിക്കുന്ന ഞാൻ വിചാരിച്ചത്, ഇതോ അമ്മിക്കല്ല് പോലെ ഇരിക്കുന്നത്, എൻ്റെ നടുവ് പോയല്ലോ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആണെങ്കിൽ കസാര ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അച്ഛമ്മ അങ്ങനെ കേട്ടോ. അപ്പം അച്ഛമ്മനെയൊക്കെ എടാ എന്താടാ നീ ഇങ്ങനെ ഒന്നും പറയണ്ട, ഇവിടെ എടുത്തെടുത്ത് എൻ്റെ നടുവിൻ്റെ ഡിസ്ക് തെറ്റിയെന്ന് തോന്നുന്നു, ഞാൻ എന്തൊക്കെയാലും കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആണെങ്കിൽ പോവുകയാണേ. അപ്പം നമ്മുടെ അച്ഛമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മോളെ നിനക്ക് വേദന ഉണ്ടെന്ന് ചോദിക്കുക. അത്യാവശ്യം നല്ല വേദന ഉണ്ട് അച്ഛമ്മ എന്ന് പറയാം. നിന്നെ ഇടിച്ച കാർ കാരണം എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവട്ടൊന്ന് പൊട്ടിച്ചതെന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നു കേട്ടോ. അത് പിന്നെ സച്ചി ആണെങ്കിൽ അയാളെ ആണെങ്കിൽ നല്ല ഇത് എടുത്തിട്ട് അടിച്ചു എന്ന് പറയാം. സച്ചി മോനെ അടിച്ചോ? ഓടിച്ചിട്ട് അടിച്ചതെന്ന് പറയാം. ആണോ? എന്തൊക്കെയാണ് നന്നായി മോളെ, നീ ഇവിടെ ഇരിക്കുക. അപ്പോൾ ആ സമയത്താണ് രവി അങ്ങോട്ട് വരുവാണേ. രവി നീ എന്തൊരു പതിവില്ലാതെ ആരോടൊന്ന് അറിയിക്കുകയും ചെയ്യാതെ വന്നതെന്ന് ചോദിക്കുക. അച്ഛൻ ചോദിക്കണം കേട്ടോ. അപ്പോൾ അതായിട്ട് രവി പറഞ്ഞിട്ടുണ്ട്. അതെന്നാ എനിക്ക് അമ്മേനെ കാണാൻ വരാൻ വേണ്ടി ഞാൻ നേരത്തെ മുൻകൂട്ടി നിങ്ങളെയൊക്കെ വിളിച്ചറിയിക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് രേവതിനെ പതുക്കെ എണീക്കാൻ നോക്കുവാണേ. അല്ല എന്താ മോളെ കാലിനെ പറ്റി? ഒന്നുമില്ല ചെറുതായിട്ടും ചതഞ്ഞാന്ന് പറയും. ഇതൊക്കെ നോക്കണ്ട മോളെ. അല്ല നമ്മുടെ എവിടെ സച്ചി അവിടെ, അവനിവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ഒരു കുഴപ്പമില്ലെന്ന് പറയാം. സച്ചിയാണെങ്കിൽ ഞങ്ങോട്ട് ഓടി വരുവാണേ. അച്ഛനെന്താ വെച്ചാൽ പതിവില്ലാതെ ഇങ്ങോട്ട്? ഞാൻ അച്ഛനെക്കുറിച്ച് ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. ചുമ്മാ തള്ളല്ലേടാ, നിൻ്റെ തള്ളു കേട്ട് ഞാൻ മടുത്തു. അല്ല അച്ഛൻ പതിവില്ലാതെ ഇങ്ങോട്ട് വന്നെന്നാന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല കൂടെ ആളോടെന്ന് പറയാം. അപ്പം അച്ഛൻ ചോദിക്കുക ആരാ? ശ്രുതിയാണെന്ന് ചോദിക്കുക. പിന്നെ ആരാ? ശ്രീയോ? അതൊന്നും അല്ല. പിന്നെ ചന്ദ്രനെന്ന് വിളിക്കുവാണേ. അപ്പോൾ ചന്ദ്രനെ അങ്ങോട്ട് വരിക. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും അത്ഭുതത്തോട് കൂടി നോക്കുവാണേ. അപ്പോൾ സച്ചി ചോദിക്കുക ചന്ദ്രമതിയോ? അല്ല അച്ഛൻ ഇങ്ങോട്ട് തന്നെ വന്നാണോ അതോ തട്ടിക്കൊണ്ട് തന്നെ വന്നാണോ എന്ന് ചോദിക്കുക. അമ്മയുടെ ഇഷ്ടത്തിന് വന്നാണോ എന്ന് ചോദിക്കുകയാണേ. എനിക്കത് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ചന്ദ്രമതി എന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛമ്മയെ കാണാനായിട്ട് അമ്മ വരുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഊടായ്പ് മണക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണേ. ഒരു ഊടായ്പും ഇല്ല കേട്ടോ എന്ന് ചന്ദ്രമതി പറഞ്ഞിട്ട് ചന്ദ്രനാണ് അയ്യോ മോളെ എന്ത് പറ്റി? മോളുടെ കാലിലെന്നെ പറ്റി ഓടി ചെല്ലുവാണേ. കുഴപ്പമില്ല അമ്മേ, ചെറുതായിട്ടൊന്ന് കാല് ചതഞ്ഞാന്ന് പറയാം. ആണോ? പിന്നെ കാണുന്നത് പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ രേവതി ആണെങ്കിൽ ആ നടയിൽ ഇങ്ങനെ ഇരിക്കുവാണേ. സച്ചിയാണെങ്കിൽ ഒരു കസാരയൊക്കെ ചുമന്നുകൊണ്ട് വന്നിട്ടോ. എൻ്റെ പൊന്നോ ഒന്ന് മാറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് അല്ല നിൻ്റെ കാലിന് ശരിയാവാൻ കുറേ ദിവസം എടുക്കുമെന്ന് തോന്നുമല്ലോ, നടക്കാനായിട്ട് കുറേ ദിവസം എടുക്കും, അതുവരെ നിന്നെ ഞാൻ ചുമന്നുകൊണ്ട് കിടക്കേണ്ട അവസ്ഥയായല്ലോ. അപ്പോൾ സച്ചിൻ്റെ രേവതി സൂക്ഷിച്ചു നോക്കുവാണേ. അപ്പോൾ ഈ സമയം ചന്ദ്രൻ അങ്ങ് ഇറങ്ങി വരാം. ചന്ദ്രൻ വന്നുകൊണ്ട് പെട്ടെന്ന് രേവതി എണീക്കാൻ നോക്കണം കേട്ടോ. ചന്ദ്രൻ വേണ്ടേ എന്തിനാ മോളെ എണീക്കുന്നത്? നീ അവിടെ ഇരുന്നോ, നീ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മോളെ കാലിങ്ങനെ താഴ്ത്തിയിട്ടല്ല കേട്ടോ, താഴ്ത്തിയിട്ടാൽ കാലിന് നീരിറങ്ങില്ല, കാല് പൊക്കി വെക്കാൻ പറഞ്ഞുകൊണ്ട് പതുക്കെയാണെങ്കിൽ ചന്ദ്രനാണെങ്കിൽ രേവതിയുടെ കാലെ പിടിച്ച് പൊക്കി വെക്കാൻ നോക്കുവാണേ. അപ്പോൾ ഇതൊക്കെയാണ് സച്ചിയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അതായത് അത്ഭുതത്തോടു കൂടി നോക്കുവാണേ. രേവതിയാണ് സച്ചിയെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കാണുന്നുണ്ട്. അച്ഛമ്മ കാണുന്നു കേട്ടോ, കൂടെ രവി ഉണ്ട് കേട്ടോ. അപ്പം അച്ഛന്മാരാണോണ്ട് നമ്മുടെ ചന്ദ്രനെ പെട്ടെന്ന് അവിടെ എണീറ്റ് പോകാൻ നോക്കുവാണേ. നീ എങ്ങോട്ടാ പോണേ? നീ അവിടെ ഇരിക്കുക. അല്ല ചന്ദ്രൻ, നീ എന്നെ കണ്ട് ആദ്യമായിട്ടാലോ എണീറ്റ് നിൽക്കുകയൊക്കെ ചെയ്യുന്നേ, എന്ത് പറ്റി? നീ നിൻ്റെ രേവതി മോളെ കണ്ടുപിടിക്കുക. അവളാണെങ്കിൽ നിന്നെ കണ്ടപ്പോൾ തന്നെ ആ കാല് വയ്യാതെ ഇരുന്നിട്ട് പോലും എണീറ്റ് നിൽക്കാൻ നോക്കിയില്ലേ, അതാണ് ബഹുമാനം. ഇങ്ങനൊരു മരുമോളെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണമെന്ന് നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ ചന്ദ്രനോട് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്റ്റോറി റിവ്യൂ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സച്ചിയുടെ രേവതിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ പിന്നെ വിടുക നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.